ഹായ്, ഇന്ന് റൂഫിങ്ങിന് വേണ്ടി ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റൂഫിംഗ് ഷിംഗിൾസ്. എന്തുകൊണ്ടെന്നാൽ കാണാനുള്ള ഭംഗി, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ്, അതുപോലെ തന്നെ പൊട്ടാനുള്ള ചാൻസ് കുറവ്. ഇതുകൊണ്ടാണ് ആളുകൾ ഷിംഗിൾസ് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ വീടിന് അനുയോജ്യമായ ക്വാളിറ്റിയുള്ള ഷിംഗിൾസ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് രണ്ട് രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന് സിംഗിൾ ലെയർ റൂഫിംഗ് ഷിംഗിൾസുകളാണ്, അതുപോലെ തന്നെ ഡബിൾ ലെയർ റൂഫിംഗ് ഷിംഗിൾസ് ആണ്. ഈ രണ്ട് പ്രോഡക്റ്റാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ സിംഗിൾ ലെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഓവർലാപ്പ് 1 ഇഞ്ച് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 3 mm 4 mm തിക്നെസ് മാത്രമാണ് നമുക്ക് ഇതിന് ലഭിക്കുന്നത്. അതുപോലെ ഡബിൾ ലെയർ ഷിംഗിൾസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 6 ഇഞ്ചോളം ഓവർലാപ്പ് ലഭിക്കുന്നുണ്ട്. അതുപോലെ 10 mm തിക്നെസ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സിംഗിൾ ലെയർ ഷിംഗിൾസിനെ അപേക്ഷിച്ച് ഡബിൾ ലെയർ ഷിംഗിൾസിന് ലീക്കേജ് ചാൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇന്ന് രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഷിംഗിൾസുകളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. അതിലൊന്ന് ബിറ്റുമിൻ റൂഫിംഗ് ഷിംഗിൾസ് ആണ്. ഇത് ബിറ്റുമിൻ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇത് എത്ര മടക്കി കഴിഞ്ഞാലും ഇതിൻ്റെ ഗ്രാനുവൽസിനോ ബാക്കി ഒന്നും ഒരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഷിംഗിൾസ് ആയതുകൊണ്ട് തന്നെ ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ ബോഡി മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബോഡി മെൽറ്റ് ആവുന്ന സമയത്താണ് നമ്മുടെ ഇതിൻ്റെ ഗ്രാനുവൽസ് ബൾജ് ചെയ്ത് വരുന്നതും, അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ഈ ഗ്രാനുവൽസിൻ്റെ പുറത്ത് വന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് മാറുന്നതും. അതുപോലെ നമുക്ക് മറ്റൊരു മെറ്റീരിയൽ വരുന്നതാണ് അസ്ഫാൾട്ട് റൂഫിംഗ് ഷിംഗിൾസ്. ഇത് നമുക്ക് മടക്കി കഴിഞ്ഞാൽ ഡാമേജ് ആവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. പക്ഷെ ഇതിൽ നമ്മൾ ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മടങ്ങാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമാക്കി നമുക്ക് എടുക്കേണ്ടതില്ല. അതുപോലെ ഇതിൽ ഫൈബർ ഗ്ലാസ് മാറ്റ് ഉള്ളതിനാൽ ചൂട് റെസിസ്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചൂട് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ഷിംഗിൾസിനുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രാനുവൽസിനോ ഇതിൻ്റെ ബോഡിക്കോ കംപ്ലൈൻറ്റുകളൊന്നും വരാറില്ല. ഇന്ന് നാം കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഫംഗസ് പിടിക്കുക എന്നുള്ളത്. നമ്മുടെ ഈ 6 മാസം വെയിൽ 6 മാസം മഴ എന്നുള്ള ഈ ഒരു കാലാവസ്ഥയിൽ ഫംഗസ് പിടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് കംപ്ലീറ്റ് ആയി മാറ്റാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും ഓക്സിഡൈസ്ഡ് കോട്ടിംഗ് ഉള്ള ഷിംഗിൾസ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫംഗസ് പിടിക്കുന്നതിന് ചെറിയ രീതിയിലെങ്കിലും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പായൽ പിടിച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഓക്സിഡൈസ്ഡ് കോട്ടിംഗ് ഉള്ള ഷിംഗിൾസ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ റൂഫിംഗ് ഷിംഗിൾസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിഡൈസ്ഡ് കോട്ടിംഗ് ഉള്ള ഫൈബർ ഗ്ലാസ് മാറ്റോട് കൂടിയ ഡബിൾ ലെയർ അസ്ഫാൾട്ട് ഷിംഗിൾസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. റൂഫിംഗ് ഷിംഗിൾസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്